നാരകത്തറയിലും വേണം അടിപ്പാത. ഹരിപ്പാട് നാരകത്തറയിൽ അടിപ്പാത വേണമെന്ന ആവശ്യവുമായി ജനങ്ങൾ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. 3 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന നാരകത്തറയിൽ സർവീസ് റോഡ് പോലുമില്ല. കുമാരപുരം പഞ്ചായത്തിലെ ജനങ്ങൾ ആശങ്കയിൽ. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഒറ്റക്കെട്ടായി പ്രക്ഷോഭത്തിനൊരുങ്ങി നാട്ടുകാർ. അടിവാസത്തോടെ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാലൊക്കെ വയ്യാത്തതാണ്. അടിപ്പാത വരണം, അത്യാവശ്യം ഞങ്ങളുടെ ജീവിതമാർഗമാണ്. അവിടെ ഇവിടെയൊക്കെ കൊണ്ട് ഞങ്ങൾ നടക്കുക. ഈ അടിപ്പാത ഇവിടെ ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ കുമാരപുരത്തെ നാട്ടുകാരുടെ ആവശ്യമാണ്. അത് അംഗീകരിച്ച് കിട്ടുന്നിടം വരെയുള്ള സമരമുറകളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാമെന്ന്. ദേശീയപാതയിൽ നാരകത്തറ ജംഗ്ഷനിൽ അടിപ്പാത വേണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. ഹരിപ്പാട് നഗരവും കുമാരപുരം പഞ്ചായത്തും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ജംഗ്ഷനാണ് നാരകത്തറ. തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലെ പടിയിൽക്കടവ്, അമ്പലശ്ശേരിക്കടവ്, കുമാരപുരം പഞ്ചായത്തിലെ കാട്ടിൽ മാർക്കറ്റ്, കൂട്ടംകൈത, കവറാട്ട് പ്രദേശത്തെയും കാർത്തികപ്പള്ളി പഞ്ചായത്തിന്റെ മധ്യഭാഗത്തുള്ള ജനങ്ങളും ഹരിപ്പാട് നഗരത്തിലേക്ക് എത്താൻ ഉപയോഗിക്കുന്ന പ്രധാന ജംഗ്ഷനാണ് നാരകത്തറ. കുമാരപുരം ഗ്രാമപഞ്ചായത്ത് നിവാസികളുടെ ഏറ്റവും വലിയ ഒരു ആവശ്യമാണ് NH-മായി ബന്ധപ്പെട്ട അടിപ്പാത. പക്ഷെ ഇപ്പോൾ നമുക്കൊരു സർവീസ് റോഡ് പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. കുമാരപുരം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളെല്ലാം തന്നെ 2 ഭാഗങ്ങളായിട്ട് വേർതിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. കുമാരപുരം ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി ഏകകണ്ഠമായിട്ട് തന്നെ ഒരു പഞ്ചായത്ത് റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് തന്നെയാണ് NH അതോറിറ്റിക്ക് നമ്മൾ റെസൊല്യൂഷൻ പാസ്സാക്കി അയക്കുകയും ഇതിന് യാതൊരുവിധ പോംവഴിയും കണ്ടെത്തിയില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജനങ്ങളെല്ലാവരും, സർവകക്ഷി രാഷ്ട്രീയ പാർട്ടി എല്ലാവരും തന്നെ ഒന്നിച്ചു നിന്ന് ഇതിന് പോരാടുകയാണ്. നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇതിന്റെ ഒരു അണ്ടർപാസ് നാരകത്തറ ജംഗ്ഷനിൽ തന്നെ വേണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ എല്ലാം ഏക അഭിപ്രായം. ദേശീയപാതയുടെ കിഴക്ക് വശത്തുള്ള കുമാരപുരം പോസ്റ്റ് ഓഫീസ്, കൃഷിഭവൻ, ബാങ്കുകൾ, ആശുപത്രി, കുടുംബശ്രീ ഓഫീസ്, ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ്, മണ്ണാറശാല ക്ഷേത്രം, ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, ഡാണാപ്പടി മാർക്കറ്റ്, ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷൻ, KSRTC ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ പോകുന്നതിനും നാരകത്തറ ജംഗ്ഷൻ മുറിച്ചു കടക്കേണ്ടതുണ്ട്. കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളും തൃക്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ കിഴക്ക് പ്രദേശങ്ങളും കുമാരപുരം ഗ്രാമപഞ്ചായത്തിന്റെ സിംഹഭാഗവും ഉൾപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമായ ഏക ഒരു പ്രധാനപ്പെട്ട നാഷണൽ ഹൈവേയിൽ പ്രവേശിക്കാനും ഹരിപ്പാടിന്റെ റവന്യൂവായിട്ട് ബന്ധപ്പെട്ട ഓഫീസുകളില്, പോലീസ് സ്റ്റേഷനുകളില്, കോടതികളില്, ഗവൺമെന്റ് ഹോസ്പിറ്റലുകളില്, പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിലൊക്കെ തന്നെ പോകാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ഈ നാരകത്തറ ജംഗ്ഷനാണ്. നടപ്പാറയ്ക്ക് കിഴക്ക് ഭാഗത്തുള്ള ഒരു പ്രദേശവുമായി കുമാരപുരം പഞ്ചായത്തിന് യാതൊരുവിധ ബന്ധവുമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് നിലവിലെ ഈ NH-ന്റെ നിർമ്മാണം അത് ഉണ്ടാക്കിയും എടുക്കും എന്നുള്ള ഒരു ബോധ്യം നമുക്ക് പെട്ടിരിക്കുന്നു. ഹരിപ്പാട് മുതൽ തോട്ടപ്പള്ളി വരെയുള്ള പലയിടങ്ങളിലും അണ്ടർപാസുകൾ വന്നിട്ടുണ്ട്. ആ അണ്ടർപാസുകളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായി 4 റോഡുകൾ വന്നു ചേരുന്ന, കൂടുതൽ പട്ടണവൽക്കരിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശം കുമാരപുരമാണെന്നും നാരകത്തറ ജംഗ്ഷൻ ആണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനകത്ത് ഏറ്റവും വിപുലീകരിച്ചു നിൽക്കുന്ന പട്ടണ പ്രദേശമായ നാരകത്തറയിൽ മാത്രം അണ്ടർപാസ് ഇല്ലാതാകുന്നത് സ്വാഭാവികമായും ഇവിടുത്തെ ജനങ്ങളെ ആകമാനം തന്നെ ബുദ്ധിമുട്ടിലാക്കും എന്നുള്ളതിനകത്ത് യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. അധികാരികളുടെ ഒരു നല്ല ഒരു സപ്പോർട്ടോടുകൂടി എല്ലാവിധമായിട്ടുള്ള സാഹചര്യങ്ങളും ഞങ്ങൾ കുമാരപുരം നിവാസികൾക്ക് അനുകൂലമായി വരുന്ന തലത്തിലേക്ക് എത്തണം. കുമാരപുരത്ത് താമസിക്കുന്ന വ്യക്തി എന്ന നിലയിൽ നാരകത്തറയിൽ ഒരു അണ്ടർപാസ് വേണമെന്ന ആവശ്യം പലവട്ടം നമ്മളിത് മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. എന്നാൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് നടക്കാതെ പോയി. ഇപ്പം നമ്മൾ ഈ ഒരു അണ്ടർപാസിന് വേണ്ടി ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അധികാരികളുടെ മുമ്പിൽ നമ്മൾ ഇതിന്റെ ഈ അണ്ടർപാസിന്റെ ആവശ്യകത എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇനിയും ഈ ജനകീയ കൂട്ടായ്മയുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഈ അണ്ടർപാസ് വരുന്നതിന് വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അടിപ്പാതയില്ലെങ്കിൽ ഏകദേശം 2 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ച് താമല്ലാക്കൽ ജംഗ്ഷൻ വഴി വേണം കിഴക്ക് ഭാഗത്തേക്ക് എത്താൻ. ഇതുവരെയും നമുക്ക് അവിടെ നടക്കുന്ന ഏത് രീതിയിലാണ് ഈ പാത പോകുന്നത് എന്നുള്ള ഒരു വ്യക്തമായ ഒരു രൂപമില്ലാതിരുന്നത് കൊണ്ട് നിവേദനങ്ങളും മറ്റും പല മേഖലകളിൽ നിന്ന് കൊടുക്കുന്നതല്ലാതെ അതിന് കഴിഞ്ഞ് നമുക്കൊരു വ്യക്തത ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഒരു ജനകീയ കൂട്ടായ്മയോ ഒരു സമരപരിപാടിയോ ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏകദേശം ഒരു 60,000-ഓളം ജനസംഖ്യ നിവസിക്കുന്ന ഒരു പ്രദേശത്ത് അവർക്ക് ഏക ആശ്രയമായിട്ടുള്ള ഹരിപ്പാട് ടൗൺ, അവിടെ ഭരണസിരാകേന്ദ്രം ഹരിപ്പാടാണ്. താലൂക്ക് ഓഫീസ്, അതുപോലെ തന്നെ സപ്ലൈ ഓഫീസ്, അതുപോലെ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ്. KV ജെട്ടിയിൽ ചെന്നിട്ട് വേണം നമ്മൾ ക്രോസ് ചെയ്ത് ഹരിപ്പാട് പോകാൻ. 1.5 കിലോമീറ്ററാണ് അവിടെ. അത് തിരിച്ചു വരുമ്പോഴത്തേക്ക് 1.5 കിലോമീറ്റർ കൂടെ ആകുമ്പോൾ 3 കിലോമീറ്റർ, അതായത് 3 കിലോമീറ്റർ തിരിച്ചു വരുമ്പോൾ 3 കിലോമീറ്റർ പിന്നെയും യാത്ര ചെയ്യണം. അപ്പൊ 6 കിലോമീറ്റർ
ഒരു കഥയുമില്ലാതെ യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ. ഇവിടുത്തെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ കാര്യം ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇവിടെ കാലാകാലങ്ങളായിട്ട് ഹരിപ്പാട്ട് നിന്നുള്ള ആറാട്ട് വരുന്ന ഒരു പ്രദേശം, ഇതിലേ കൂടെയാണ് പോകുന്നത്. അത് ഹൈവേ കൂടെ കയറാൻ ക്രോസ് ചെയ്യാൻ അവസരമില്ലെങ്കിൽ ഈ ആനയുടെ ആറാട്ടൊക്കെ എങ്ങനെ വരാനാണ് ഹരിപ്പാട്ട് നിന്ന് വരാൻ? അതുപോലെ തന്നെ ഇവിടെ പിന്നെ പള്ളികള്, അതുപോലെ ചർച്ചുകള്, ഇവരുടെയൊക്കെ പിന്നെ ഇതുപോലെ സെറിമോണിയൽ പ്രൊസഷൻസ് ഉണ്ട് ഒരുപാട്. അവരുടെ എല്ലാം ഈ ഘോഷയാത്രകൾ ഇതെല്ലാം പോകണമെങ്കിൽ ഈ അണ്ടർപാസ് ഇല്ലാതെ പറ്റത്തില്ല. 7 റോഡുകളുടെ സംഗമ സ്ഥാനമാണ് ഈ കുമാരപുരം പഞ്ചായത്തിന്റെ ഈ സ്ഥലം എന്ന് പറയുന്നത്. ഇന്നലെ വരെ ഹരിപ്പാടും ഈ കുമാരപുരവും ഒന്നായിരുന്നു. എന്നാൽ ഇന്ന് ഞങ്ങൾ ആശങ്കപ്പെടുന്നു, നാളെ ഇത് രണ്ടായി മാറാൻ പോവുകയാണ്. പോസ്റ്റ് ഓഫീസും ബാങ്കും ഒക്കെ ഒരു സൈഡിലേക്ക് മാറുകയും നിത്യേന കുമാരപുരം വാസികൾ ബന്ധപ്പെടുന്ന ഹോമിയോ ഡിസ്പെൻസറി, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, ടെക്നിക്കൽ ഹൈസ്കൂൾ, മറ്റു സ്കൂളുകൾ എന്നിവ രണ്ടായി മാറുകയും ചെയ്യുന്നു. ഇത് ഞങ്ങളുടെ മാത്രം പ്രശ്നമല്ല, വരാനിരിക്കുന്ന തലമുറ കൂടി പ്രശ്നമാണ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ സമരവുമായി മുമ്പോട്ട് പോകുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഹരിപ്പാട് ക്ഷേത്രത്തിൽ നിന്ന് വരെ ആറാട്ട് ഈ റോഡ് ക്രോസ് ചെയ്യുവാനും പോകുവാനും ഒരു അണ്ടർപാസേജ് അത്യന്താപേക്ഷിതമാണ്. ഇവിടുത്തെ ബിസിനസ്സും ഇതുപോലുള്ള മറ്റുള്ള ജനങ്ങളുടെ സൗകര്യപ്രദമായിട്ട് ഹരിപ്പാട് ടൗണിലേക്ക് പോകാനും അതുള്ള മറ്റുള്ള കാര്യങ്ങൾ നേടുവാനുമുള്ള അവസരവിശേഷങ്ങൾ വളരെ വിഷമമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന ഈ നാഷണൽ ഹൈവേയുടെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലമാണ് നമുക്ക് ഇന്നിപ്പോൾ ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. അടിപ്പാത ഉണ്ട് എന്ന തെറ്റിദ്ധാരണയിലാണ് ഇത്രയും നാളും ഇവിടുത്തെ ജനങ്ങൾ കരുതിയിരുന്നത്. അതിനെല്ലാം എതിരായിട്ട് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടോടുകൂടി അത് നേടിയെടുക്കുന്നത് വരെ സമരം ചെയ്യും. അത് സാധിച്ചു തരണം എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. അടിയന്തര ഘട്ടങ്ങളിൽ താലൂക്ക് ആശുപത്രിയിലെത്താൻ പോലും ബുദ്ധിമുട്ടേണ്ടി വരും. KSRTCയുടെ ഫാസ്റ്റ് പാസഞ്ചറുകളടക്കം സ്റ്റോപ്പുള്ള ജംഗ്ഷനാണിത്. നൂറുകണക്കിന് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും ജോലിക്കാരും ഈ സ്റ്റോപ്പിനെ ആശ്രയിക്കുന്നുണ്ട്. ഇപ്പം വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾക്കുമൊക്കെ NCD ക്ലിനിക്കുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ ഈ മേഖലകളിൽ 6-ാം വാർഡും 7-ാം വാർഡിൽ നിന്നുമൊക്കെ ഓരോ മേഖലകളിൽ എത്തിച്ചേരാനും സബ് സെൻ്ററുകളിൽ പോകുവാനും ഗർഭിണികൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. അതുപോലെ തന്നെ അടിപ്പാത ഇല്ലാതെ വന്നാൽ ഈ മേഖലയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഏറ്റവും കൂടുതൽ ബാധിക്കും. കുടുംബശ്രീയുടെ ഓഫീസിലേക്ക് ഞങ്ങൾക്ക് പോകണമെങ്കിൽ ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടി വരുന്നു. പാവപ്പെട്ട പാലിയേറ്റീവ് രോഗികളുടെ കെയർ കൊടുക്കുന്നതിന് വാർഡിൽ ഒരു ദിവസം അനുവദിക്കുമ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് 15-ലധികം ഡയാലിസിസ് പേഷ്യൻസ് ഉണ്ട്. അവരുടെ റൈൽസ് ട്യൂബ് മാറുന്നതിന് ഞങ്ങൾക്ക് കൃത്യസമയത്ത് എത്തിപ്പെടാൻ പോകാതെ വരുന്നത് കൊണ്ട് ആരോഗ്യ മേഖലയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടും. അതിനുള്ള പരിഹാരം കാണണമെന്നാണ് ആശാവർക്കർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേര് തങ്കമ്മ, ഞാൻ ലോട്ടറി കച്ചവടമാണ്. നടപ്പാത അടിവശത്തൂടെ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, കാലുമൊക്കെ വയ്യാത്തതാണ്. അതുകൊണ്ട് അത്യാവശ്യമായിട്ട് ഇവിടെ നടപ്പാത വേണം എന്ന് സർക്കാരിനോട് പറയുവാണ്. എൻ്റെ പേര് മോൻസി, ഞാൻ പ്രദേശവാസിയാണ്. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കേരളത്തിൽ മൊത്തം നടക്കുന്നത് 6 വരി പാതയുടെ വർക്കാണ്. പക്ഷേ ഞങ്ങളുടെ നാർത്ത് ജംഗ്ഷനിൽ വരുമ്പോൾ മാത്രം ഇത് 4 വരി പാതയാകുകയാണ്. ഞങ്ങൾക്കത് 6 വരി പാതയാക്കി തരണം. അല്ലെങ്കിൽ ഒരു അപേക്ഷയുണ്ട്, ഞങ്ങളുടെ ഈ കുമാരപുരം നിവാസികളെ മൊത്തം നീന്താൻ പഠിപ്പിക്കണം. ഇത് രണ്ടേതിൽ ഒന്ന് ചെയ്യണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. ഞാനിവിടെ കട നടത്തുന്ന ആളാണ്. നമുക്ക് ഹൈവേ വരുന്നതോടുകൂടി അടിപ്പാത ഇല്ലെങ്കിൽ നമ്മുടെ വ്യാപാരത്തെ ഭയങ്കരമായിട്ട് ബാധിക്കുകയും നമുക്ക് ഹരിപ്പാട് സാധനങ്ങൾ എടുക്കാനും പോകാനും വരാനുള്ള ബുദ്ധിമുട്ട്, ആൾക്കാർ ഇങ്ങോട്ട് വന്ന് നിൽക്കാനുള്ള ബുദ്ധിമുട്ട് നമ്മുടെ കച്ചവടത്തെ ഭാഗികമായി ബാധിക്കും. അത് ഞങ്ങളുടെ ജീവിതമാർഗ്ഗമാണ്. ഹരിപ്പാത ഇല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതമാർഗ്ഗം അപകടത്തിലാവുക. അടിപ്പാത വരണം, അത്യാവശ്യം ഞങ്ങളുടെ ജീവിതമാർഗ്ഗമാണ്. അവിടെ ഇവിടെയൊക്കെ കൊണ്ട് ഞങ്ങൾ നടക്കുക. അടിപ്പാത അത്യാവശ്യമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും അടിപ്പാത ആവശ്യമാണ്. ഇവിടെ ഈ അടിപ്പാത ഇവിടെ ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ കുമാരപുരത്തെ നാട്ടുകാരുടെ ആവശ്യമാണ്. അത് അംഗീകരിച്ച് കിട്ടുന്നിടം വരെയുള്ള സമരമുറകളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാമെന്ന് നാട്ടുകാരെന്നുള്ള രീതിയിൽ എനിക്ക് പറയാം. കേരളത്തിലുടനീളം ദേശീയപാതയിൽ പ്രാദേശിക സഞ്ചാരത്തിന് സർവീസ് റോഡുകൾ ഉണ്ടെങ്കിലും നാരകത്തറയിൽ സർവീസ് റോഡ് മുറിച്ചുവിടുന്നതായാണ് അധികൃതരിൽ നിന്നും അറിയുന്നത്. ചരിത്രപ്രസിദ്ധമായ ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി മഹാക്ഷേത്രത്തിലെ ചിത്ര ഉത്സവ ആറാട്ടും കവറാട്ട് മഹാദേവ ക്ഷേത്രത്തിലെ ആറാട്ട് ഘോഷയാത്രയും കടന്നുപോകുന്നത് നാരകത്തറ ജംഗ്ഷനിൽ ദേശീയപാത മുറിച്ചു കടന്നാണ്. ഹരിപ്പാട്ടിൽ നിന്ന് വരുന്നവർക്ക് കുമാരപുരം പഞ്ചായത്ത് പടിഞ്ഞാറ് അതിർത്തിയായ തൃക്കുന്നപ്പുഴ, മണികണ്ഠൻചിറ, മുണ്ടപ്പള്ളി, ഈ കവറാട്ട് അമ്പലത്തിൽ പറഞ്ഞ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് ഹരിപ്പാട്ട് പോകുവാൻ പറ്റിയ ഒരു എളുപ്പ മാർഗമായിരുന്നു ഈ നാരകത്തറ ജംഗ്ഷനിൽ ഒരു അടിപ്പാത വേണമെന്നുള്ളത്. ഇതുവഴി പോകുന്ന സർവീസ് റോഡുകൾ നമ്മൾ ആ ഗാണാപ്പടി പാലത്തിൻ്റെ താഴെ വെച്ച് അവസാനിക്കുകയാണ്. അതിന് ഒന്നുകിൽ ഈ പറയുന്ന പോലെ അതിനെ ബന്ധിപ്പിക്കത്തക്ക രീതിയിൽ ഒരു ചെറിയ പാലവോ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് അടിപ്പാതയാണ്. കാരണം 7ഓളം റോഡുകൾ ഈ ഹൈവേയിൽ വന്ന് സംഗമിക്കുന്നുണ്ട്. എത്രയോ ആൾക്കാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ പാതയിൽ കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്.
ആ ജനങ്ങളെ മുഴുവൻ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നടപടിയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഹൈവേ അതോറിറ്റി ഇതിനകത്തൊരു നിയമപരമായി ഇത് മുന്നിട്ടിറങ്ങി ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം. വ്യാപാരികളാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. കാരണം ചെറുതും വലുതുമായ നിരവധിയായ വ്യാപാരികൾ ഈ രണ്ട് സൈഡ് റോഡിൻ്റെ ഇരുകരകളിലുമായിട്ട് വ്യാപാരം ചെയ്യുന്നുണ്ട്. വ്യാപാരം നിലച്ചുപോയും പല വ്യാപാര സ്ഥാപനങ്ങളും എന്താ പറയുന്നത് അടയ്ക്കലിൻ്റെ ഒരു വക്കിലേക്ക് എത്തിവരും. പലരുടെ ഉപജീവന മാർഗം അടയുകയും ചെയ്യും. നൂറുകണക്കിന് വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത വെറും ഒരു വാക്കല്ല ഈ ഡാണാപ്പടി എന്ന് പറയുന്നത്. നൂറുകണക്കിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട് അതിന്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് നമ്മുടെ ആലപ്പുഴ കൊച്ചി ഭാഗത്തേക്കുള്ള കച്ചവടങ്ങളുടെ ഒരു സംഗമ കേന്ദ്രമായിരുന്നു ഈ ഡാണാപ്പടി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡാണാപ്പടിയെ ബേസ് ചെയ്തിട്ട് ഈ 10-100 വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഈ 2025 എത്തി നിൽക്കുന്ന ഈ കാലത്ത് ഒരുപാട് കച്ചവടക്കാർ, ഒരുപാട് ആളുകൾ ഇവിടെ ഹോൾസെയിൽ വ്യാപാരികൾ ഒരുപാടുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ, കാർത്തികപ്പള്ളി ആ ഭാഗത്ത് ഒരുപാട് ചെറുകിട കച്ചവടക്കാർ രാവിലെ അവരുടെ അന്നത്തിന് വേണ്ടി എത്തുന്ന സ്ഥലമാണ് ഡാണാപ്പടി. ഈ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്ന തെലങ്കാന കമ്പനിയായ വിശ്വസമുദ്രയുടെ ആൾക്കാർ ഇവിടെ വരികയും അവരുമായിട്ട് സംസാരിക്കുകയും മറ്റും ചെയ്തപ്പോൾ അവർക്ക് ഇതിൻ്റെ നമ്മുടെ ഡാണാപ്പടി പാലത്തിന് താഴെ എനിക്ക് തോന്നുന്നില്ല 17 റീച്ചുകളുണ്ട്. കേരളത്തിലെ മൊത്തം ഹൈവേയുടെ വർക്ക് നടക്കുന്ന 17 റീച്ചുകളാണ്. ഈ 17 റീച്ചിൽ എവിടെയെങ്കിലും ഈ സർവീസ് റോഡ് നിർത്തിക്കൊണ്ടൊരു പണി ഞാൻ കേട്ടുകേൾവി പോലുമില്ല. എന്നാൽ ഈ ഡാണാപ്പടി പാലത്തിന് താഴെ കൊണ്ടുവന്നിട്ട് ഈ സർവീസ് റോഡുകൾ നിർത്തുകയാണ്. കുമാരപുരത്ത് ഒരു അടിപ്പാത ഇല്ലാതെ വരുന്നതെന്ന് പറയുമ്പം ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുളവാക്കുന്നതും ഏറ്റവും കൂടുതൽ സംഘർഷാവസ്ഥ വരുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. അത് സ്ത്രീയും ആയാലും പുരുഷനായാലും ഇതിന് മുന്നിട്ടിറങ്ങി നല്ല രീതിയിൽ ഇതിന് പ്രക്ഷോഭം ഉണ്ടാകുകയും അതിനൊരു നല്ല രീതിയിലുള്ള ഒരു മാർഗം കണ്ടെത്തുകയും ചെയ്യും. പ്രതിദിനം ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ജംഗ്ഷനിൽ അടിപ്പാത ആവശ്യമാണെന്ന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആവശ്യപ്പെടുകയാണ്. ഇപ്പോഴാണ് ഞങ്ങൾ പൊതുജനം അറിയുന്നത് ഇവിടെ അടിപ്പാത ഇല്ല എന്നുള്ളത്. തന്നെയല്ല, ഇവിടുത്തെ സർവീസ് റോഡ്, ഇവിടുത്തെ ഒരു തോട് കുറേ പോകുന്നുണ്ട് കാർത്തിപ്പള്ളിക്ക്, അവിടെ ചെന്ന് നിൽക്കുകയാണ്. അത് കുറേ പോകുന്നില്ല. ഇപ്പോൾ ഈ സർവീസ് റോഡും നിൽക്കുകയാണ്. പാത നമുക്കില്ല. ഹരിപ്പാട്ട് അമ്പലത്തിൻ്റെ, ഭഗവാന്റെ പുരാതനമായ ഹരിപ്പാട്ട് അമ്പലത്തിൻ്റെ ആറാട്ട് വഴിയാണിത്. ഭഗവാൻ ഈ റോഡ് മുറിച്ച് കടന്ന് പടന ജംഗ്ഷനിൽ വന്നിട്ട് നൂറുകണക്കിന് വിശ്വാസത്തോടെ പറയും ഏറ്റുവാങ്ങി പുണ്യപുരാതനമായ മുസ്ലിം പള്ളിയുടെ മുമ്പിൽ കൂടെയാണ് വടക്കോട്ട് പോകുന്നത്. അത് തടസ്സം വരുന്നു. മഹാദേവ ക്ഷേത്രം, കവറാട്ട് മഹാദേവ ക്ഷേത്രം, അവിടുത്തെ ആറാട്ട് ഈ റോഡ് കുറുകെ കടന്ന് വേണം കോളാത്തമ്പലത്തിൽ പോകാൻ. അതിന് തടസ്സം. ഇത്രയും ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, പുരാതന പള്ളികൾ, ക്രിസ്ത്യൻ ചർച്ച്, ഇവർക്കൊക്കെ അത് ബുദ്ധിമുട്ട് വരും. ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഈ കുമാരപുരം നിവാസികളെ ഈ ഹൈവേ അതോറിറ്റിക്കാർ ചതിച്ചേക്കുവാണ്. ഇവിടെ അണ്ടർപാസ് ഉണ്ടെന്ന് ആണ് കേന്ദ്ര തലത്തിലുള്ള എല്ലാ മിനിസ്ട്രി ലെവലിലും PM-ൻ്റെ ഓഫീസിലുമൊക്കെ അണ്ടർപാസ് ഉണ്ടെന്നാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. സത്യം പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഇവിടെ അണ്ടർപാസ് ഇല്ല. ഇവിടെ ഒരു തോടിന് കുറുകെ കൊണ്ടുവന്ന് സർവീസ് റോഡ് കരുവാറ്റ ഭാഗത്തു നിന്ന് വരുന്ന സർവീസ് റോഡിന് കുറുകെ കൊണ്ടുവന്ന് വെച്ചേക്കുവാണ്. ഇവിടെ അശാസ്ത്രീയമാണ് ഹൈവേയുടെ പണി ഇവിടെ നടന്നേക്കുന്നത്. 100% ഇവിടെ പല പണികളും നടന്നേക്കുന്നത് അശാസ്ത്രീയമായിട്ടാണ്. ആദ്യം തന്നെ ഇവർ കൊണ്ടുവന്ന് ഇവിടെ ഓട പണിതിട്ട് ഇപ്പോൾ അതിൻ്റെ മേളിൽ കൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. ഇനി 2 അടിയും കൂടെ ഓട പൊക്കി പണിയണമെന്നാണ് പറയുന്നത്. ഞങ്ങൾ കുമാരപുരം പഞ്ചായത്തിലെ സർവീസ് റോഡെന്ന് ഞങ്ങളെല്ലാം വിചാരിച്ചിരുന്ന ഒരു ആന മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ സംഭവിച്ചേക്കുന്നത്. അതായത് ഞങ്ങൾ ഇവിടുന്ന് വരുമ്പോൾ ഹരിപ്പാട് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ ഈ ഡാണാപ്പടി തോട് ക്രോസ് ചെയ്ത് ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു വഴി ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുന്നേ ഉള്ള വിശ്വാസം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഹൈവേ അതോറിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരിവിടെ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ തോട് വരെ ഈ ഡെഡ് എൻഡാണ്, ഈ റോഡ് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അതായത് കുമാരപുരത്ത് നിന്ന് വരുന്ന ഈ സർവീസ് റോഡെന്ന സാധനം ഇവിടെ കൊണ്ട് അവസാനിക്കുക. ഞങ്ങൾ ഹരിപ്പാട് പോകാനും അല്ലെങ്കിൽ ഹരിപ്പാടും ഞങ്ങൾക്ക് ഇവിടെ വരാനും ഉള്ള എല്ലാവിധ ബന്ധങ്ങളും ഒറ്റയടിക്ക് അവസാനിക്കുക. രാജ്യം മുഴുവൻ വികസനത്തിൽ കുതിച്ചു പായുമ്പോൾ കേരളത്തിലെ ദേശീയപാത 66ന്റെ വികസനവുമായി ബന്ധപ്പെട്ട് കുമാരപുരം നിവാസികൾക്ക് സർവീസ് റോഡ് പോലും നിഷേധിച്ചിരിക്കുന്ന വളരെ വിചിത്രമായ കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടത്. കേരളത്തിൽ ഉടനീളം നടക്കുന്ന ഹൈവേ വികസനത്തിൽ പ്രദേശവാസികൾക്ക് സഞ്ചരിക്കുവാൻ സർവീസ് റോഡ് അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ അത് നിഷേധിക്കപ്പെടുന്ന കാഴ്ചയാണ്. ഇതിനെതിരെ പ്രദേശവാസികൾ ജനകീയമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ്. ക്യാമറമാൻ ജയചന്ദ്രനോടൊപ്പം പി ദിനുമോൻ, i24 ന്യൂസ്.